നെക്സ്റ്റ് ഡെഫിനിഷൻ കോട്രി. കോട്രി എന്താ? നമ്മൾ കയ്യിലൊരു കണക്റ്റഡ് ഗ്രാഫ് ജി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ജി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അതിനൊരു സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യും. സ്പാനിങ് സബ് ഗ്രാഫ്, ആ സബ് ഗ്രാഫ് ട്രീ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സബ് ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യും. ജി സ്പാനിങ് ട്രീ, നമുക്ക് ആ ഗ്രാഫിനെ സ്പാനിങ് ട്രീ എന്ന് വിളിക്കാം. ഓക്കെ, അതിനൊരു സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യും. ആ ടി എന്നുള്ളത് അതിൻ്റെ ഒരു സ്പാനിങ് ട്രീ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ജിയിൽ ടി എന്നുള്ള സ്പാനിങ് ട്രീൻ്റെ കോംപ്ലിമെൻറ്റ് ടി ബാറിനെ നമ്മൾ പറയുന്ന പേരാണ് കോട്രി ഓഫ് ജി. ടി എന്നുള്ള സ്പാനിങ് ട്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് ടി ബാർ അതിനെ പറയുന്ന പേരാണ് കോട്രി ഓഫ് ജി. ഓക്കെ, ഇനി ഈ കോട്രിയും ബോണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. അതാണ് നമുക്കിനി പറയാനുള്ളത്. നമ്മൾ ട്രീയും സൈക്കിളും തമ്മിലുള്ള ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ട്രീയിൽ ഒരു ട്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ സൈക്കിൾ ഉണ്ടാവില്ല. പിന്നെ ട്രീയിലേക്ക് നമ്മളൊരു എഡ്ജിനെ ആഡ് ചെയ്താൽ, ഒരു രണ്ട് വെർട്ടെക്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആഡ് ചെയ്താൽ, എഡ്ജിനെ ആഡ് ചെയ്താൽ അവിടെ ഒരു യുണീക്ക് സൈക്കിൾ ഉണ്ടാവും എന്നുള്ള ഒരു റിസൾട്ട് ഉണ്ട്. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. തിയറം 2.6. ലെറ്റ് ടി ബി എ സ്പാനിങ് ട്രീ ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് ജി ആൻഡ് ലെറ്റ് ഇ ബി എനി എഡ്ജ് ഓഫ് ടി. ഓക്കെ, ജി എന്നുള്ള ഒരു കണക്റ്റഡ് ഗ്രാഫ്, അതിൻ്റെ ഒരു സ്പാനിങ് ട്രീ ടി, അതിലൊരു എഡ്ജാണ് ഇ. ടി എന്നുള്ള ഗ്രാഫിലെ ഒരു എഡ്ജാണ്, ടി എന്നുള്ള ട്രീയിലെ ഒരു എഡ്ജാണ് ഇ. ദെൻ കോട്രി ടി ബാർ, ടീൻ്റെ കോട്രി ടി ബാർ കണ്ടെയ്ൻസ് നോ ബോണ്ട് ഓഫ് ജി. ടി ബാറിൽ ബോണ്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ടി ബാറിൽ ബോണ്ട്സ് ഒന്നുമില്ല. ഓക്കെ, നോ ബോണ്ട് ഓഫ് ജി. ജിയിൽ ടി ബാറിൽ ജിയിലെ ബോണ്ടുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, മോറോവർ ടി ബാർ പ്ലസ് ഇ അതിലേക്ക്, അതായത് ടി ബാറിലേക്ക് ഞാൻ ടി ബാറിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പാനിങ് ട്രീ ടിയിൽ ഒരു എഡ്ജ് ആഡ് ചെയ്താൽ അതിലൊരു ബോണ്ട് ഉണ്ടാവും, ജിയിലെ ഒരു ബോണ്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ നേരത്തെ ട്രീയും സൈക്കിളും പറഞ്ഞ ആ ഒരു റിസൾട്ടിന് സിമിലർ ആയിട്ടുള്ള റിസൾട്ട് കോട്രീൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നോക്ക്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കോട്രി ടി ബാറിൽ ജിയിലെ ബോണ്ടുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ജിയിലെ ഒരു ബോണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബോണ്ട് ടി ബാറിൽ ഉണ്ടാവില്ല. അതായത് ടി ബാറിൽ അതിലേതെങ്കിലും ഒരു എഡ്ജെങ്കിലും, ആ ബോണ്ടിലെ ഏതെങ്കിലും ഒരു എഡ്ജെങ്കിലും മിസ്സിങ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ബി ബി എ ബോണ്ട് ഓഫ് ജി. അപ്പോൾ ഒരു ജിയിലെ ഒരു ബോണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ജി ബോണ്ട് ആയതുകൊണ്ട് തന്നെ ജി മൈനസ് ബി ഡിസ്കണക്റ്റഡ് ആവും. ജിന്ന് ഈ ബോണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ കേസിൽ, ഞാൻ പിക്ചറൈസ് ചെയ്ത് തന്നതാണ്. ജി മൈനസ് ബി ഡിസ്കണക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ജി മൈനസ് ബിയിൽ ട്രീ ഉണ്ടാവില്ല. ഓക്കെ, ജി മൈനസ് ബി ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ ജി മൈനസ് ബിയിൽ ഒരു ട്രീയും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബി ഈസ് നോട്ട് കണ്ടെയ്നിങ് ടി ബാർ. ഓക്കെ, ജി മൈനസ് ബി ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് എന്ത് പറയാം? ട്രീ ഇല്ല എന്ന് പറയാം. അപ്പോൾ ബിയിലുള്ള, നമ്മൾ ജിയിലൊരു ട്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതിനർത്ഥം ജിയിലൊരു ട്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ട്രീയിൽ ബിയിലുള്ള എലമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ്, അല്ലേ? ജി മൈനസ് ബിയിൽ ട്രീ ഇല്ല എന്നതിന് അർത്ഥം നമുക്ക് എന്ത് പറയാം? ജിയിലൊരു ട്രീ കൺസിഡർ ചെയ്യുമ്പോൾ ആ ട്രീയിൽ ഉള്ള ചില എഡ്ജസ് ബിയിലുണ്ടാവും. ഓക്കെ, ബിയിലുണ്ടാവും. അപ്പോൾ ടി ബാർ എന്താ? ടി ബാർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ടിയിലില്ലാത്ത എഡ്ജസ് കണക്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഗ്രാഫാണ്. ജിയിൽ ടിയിലില്ലാത്ത എഡ്ജസ് കണക്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഗ്രാഫാണ് ടി ബാർ. അപ്പോൾ ബിയിലെ ചില എഡ്ജസ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബി ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ടി ബാർ. ഓക്കെ, ആ ബോണ്ട് ബിയിലുള്ള ചില എഡ്ജസ് ട്രീയിലുണ്ടാവും. ട്രീൻ്റെ കോംപ്ലിമെൻ്റാണ് ടി ബാർ. അപ്പോൾ ബി ടി ബാറിൽ കണ്ടെയ്ൻ ചെയ്യില്ല. അതായത് ടി ബാറിലെ എഡ്ജസ് നോക്കുമ്പോൾ ബിയിലെ എഡ്ജസ് നോക്കുമ്പോൾ അതിൽ ടി ബാറിൽ ആ എഡ്ജസ് എല്ലാം ടി ബാറിൽ ഉണ്ടാവില്ല. ചില എഡ്ജസ് ടി ബാറിൽ മിസ്സിങ് ആയിരിക്കും. കാരണം ബിയിലെ ചില എഡ്ജസ് നമ്മളെ ട്രീയിലുണ്ടാവും. ഓക്കെ, ടി ബാർ
ടീൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് തിയറം. സിമ്പിളാണ്, നിങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് തിയറം, അതായത് ടി പ്ലസ് ഇ കണ്ടെയ്ൻസ് എ യുണീക്ക് ബോണ്ട് ഓഫ് ജി. ഓക്കെ, ടി ബാർ പ്ലസ് ഇ. ഇപ്പോൾ കൺസിഡർ ടി മൈനസ് ഇ. ഓക്കെ, ടീന്ന് ഇ എന്നുള്ളത് ടിയിലെ ഒരു എഡ്ജാണ്. ഓക്കെ, ഇ എന്നുള്ളത് ടിയിലെ ഒരു എഡ്ജാണ്. അപ്പോൾ ടി മൈനസ് ഇ, ടി ട്രീ ആയതുകൊണ്ട് തന്നെ അതിലെ എല്ലാ എഡ്ജസും എന്താവും, കട്ട് എഡ്ജുകളാവും. ഓക്കെ, കട്ട് എഡ്ജുകളാവും. അപ്പോൾ ടീന്ന് ഇ റിമൂവ് ചെയ്താൽ അത് ഡിസ്കണക്റ്റഡ് ആയിരിക്കും, ടി ഡിസ്കണക്റ്റഡ് ആയിട്ട് പോകും. ഓക്കെ, അങ്ങനെ അപ്പോൾ ഡിസ്കണക്റ്റഡ് ആവും. ഡിസ്കണക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഗ്രാഫുകളും ട്രീ തന്നെ ആയിരിക്കും. T1 T2 ആണെന്ന് കരുതാം. അപ്പോൾ കൺസിഡർ ടി മൈനസ് ഇ, ടീന്ന് ഇനെ റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഗ്രാഫുകൾ കിട്ടും, ഡിസ്കണക്റ്റഡ് ഗ്രാഫുകൾ കിട്ടും, T1 T2. ഓക്കെ, T1 ആൻഡ് T2 ബി ടു കമ്പോണൻസ് ഓഫ് ടി. ഓക്കെ, ടി മൈനസ് ഇൻ്റെ രണ്ട് കമ്പോണൻസ് ആണ് T1 T2. ടി മൈനസ് ഇ എന്നാക്കുക കേട്ടോ. ലെറ്റ് എസ് ബി എ വെർട്ടെക്സ് സെറ്റ് ഓഫ് T1. ഓക്കെ, ഇനി നമ്മളെന്ത് കൺസിഡർ ചെയ്യുക, T1ൻ്റെ വെർട്ടെക്സ് സെറ്റുകൾ കൺസിഡർ ചെയ്യുക, അതിനെ എസ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ബി എസ് എസ് ബാർ ബി ഈക്വൽ ടു എസ് കോമ എസ് ബാർ, ബോക്സ് എക്സ് കോമ എസ് ബാർ. അതായത് എസ് ബാർ എന്തായിരിക്കും, T1ലെ വെർട്ടെക്സുകളാണ് എസ്. അപ്പോൾ എസ് ബാർ എവിടുത്തെ വെർട്ടെക്സുകളായിരിക്കും, T2ലെ വെർട്ടെക്സിലായിരിക്കും. S1 യൂണിയൻ എസ് ബാർ എന്തായിരിക്കും, നമ്മളുടെ ജീൻ്റെ വെർട്ടെക്സുകളുടെ കളക്ഷൻ ആയിരിക്കും. കാരണം നമ്മൾ വെർട്ടെക്സുകളൊന്നും റിമൂവ് ചെയ്യുന്നില്ല, എഡ്ജിനെ മാത്രമാണ് റിമൂവ് ചെയ്യുന്നത് ടി മൈനസ് ഇ കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, ടിയിലെ വെർട്ടെക്സുകളും ജിയിലെ വെർട്ടെക്സുകളും സെയിം തന്നെ ആയിരിക്കും, കാരണം ടി ജീൻ്റെ സ്പാനിങ് സബ് ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെറ്റ് കൺസിഡർ ചെയ്യുക, ബി എസ് കോമ എസ് ബാർ. അത് ജീൻ്റെ ഒരു ബോണ്ടായിരിക്കും അല്ലേ, നിങ്ങളൊന്ന് വരച്ച് നോക്കണ്ടേ, ജീൻ്റെ ഒരു ബോണ്ടായിരിക്കും. കാരണം ഈനെ അവിടുന്ന് റിമൂവ് ചെയ്താൽ ജി ഡിസ്കണക്റ്റഡ് ആവും അല്ലേ. കാരണം T1 സ്പാൻ ചെയ്യുന്ന ഗ്രാഫും T2 സ്പാൻ ചെയ്യുന്ന ഗ്രാഫും ആയിരിക്കും നമ്മളുടെ ജി മൈനസ് ഇ ചെയ്താൽ കിട്ടുക. സോറി, ബി ഈസ് എ ബോണ്ട് ഓഫ് ജി. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു തന്നെ. ഓക്കെ, ബോണ്ടായിരിക്കും ജീൻ്റെ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ടി ബാർ പ്ലസ് ഇ. ഓക്കെ അല്ലേ, ടി ബാർ പ്ലസ് ഇയിൽ അത് ഉണ്ടാവും. ടി ബാർ പ്ലസ് ഇ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബി എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ, എസ് ബാർ എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കരുത്. നമ്മൾ പറയുന്നത് ടീന്ന് ഈനെ റിമൂവ് ചെയ്യുമ്പോൾ, ഇതൊരു ഗ്രാഫ്, ഇവിടെ ഒരു ട്രീ ഉണ്ട് എന്ന് കരുതുക, ഇവിടെ ഒരു ട്രീ ഉണ്ട്, നമ്മൾ ഈനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ ഈ ഈനെയാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മളുടെ ഗ്രാഫ് എന്തായിരിക്കും, ഈ ടി സ്പാൻ ചെയ്യുന്ന ഈ ടി എന്നുള്ള ട്രീൻ്റെ സ്പാനിങ് ഗ്രാഫ്. ഓക്കെ, അല്ലെങ്കിൽ ടി എന്നുള്ളത് ജീൻ്റെ സ്പാനിങ് ഗ്രാഫാണ്. അപ്പോൾ ജി ഇതാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഞാൻ ഈ ഈനെ റിമൂവ് ചെയ്താൽ നമുക്ക് രണ്ട് ട്രീസ് കിട്ടും അല്ലേ, T1 T2. എസ് എന്ന് പറയുന്നത്, അതായത് ബി എന്ന് പറയുന്നത് ഈ എഡ്ജ് മാത്രം വരുന്ന ഗ്രാഫാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്, നമ്മൾ ജിയിലാണെന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഗ്രാഫിൽ ഈ ഇങ്ങനെ എഡ്ജസ് ഉണ്ടാവും, ആ എഡ്ജസും ഈ ബിയിൽ വരും. ഓക്കെ, അപ്പോൾ അത് ഒരു ബോണ്ടായിരിക്കും. ഓക്കെ, എവിടെയുള്ള ജീൻ്റെ ഒരു ബോണ്ടായിരിക്കും. ഓക്കെ, അത് ജീൻ്റെ ഒരു ബോണ്ടായിരിക്കും. അതാണ് എഴുതിയത്, ബി ഈസ് എ ബോണ്ട് ഓഫ് ജി ആൻഡ് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ടി ബാർ പ്ലസ് ഇ. ഓക്കെ അല്ലേ, അത് ടി ബാർ പ്ലസ് ഇയിൽ ഉണ്ടാവും. കാരണം ടി ബാർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എഡ്ജ് ഇ മാത്രമായിരിക്കും ഒഴിവായി പോയിട്ടുണ്ടാവുക. ഓക്കെ, എഡ്ജ് ഇ മാത്രമായിരിക്കും ടി ബാറിൽ കൺസിഡർ ചെയ്യുമ്പോൾ ജിയിൽ ടി ബാർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ട്രീ ഒഴിവായിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വരും. ഓക്കെ, ടി ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ടി ബാറിൽ ഉണ്ടാവും. അപ്പോൾ ടി ബാർ പ്ലസ് ഇ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഗ്രാഫ് വരിക, ഈ ടി ഒഴിവാക്കിയിട്ട്, ടീൻ്റെ പോർഷൻ ഒഴിവാക്കിയിട്ട് വരുന്ന
ഈ ഗ്രാഫ് ആയിരിക്കും ടി ബാർ. ഓക്കെ, അതിലേക്ക് ഈ ഈനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടി ബാർ പ്ലസ് ഇ. അപ്പോൾ ഈ ബോണ്ട് ടി ബാർ പ്ലസ് ഇയിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ടി ബാർ പ്ലസ് ഇയിൽ കൺസിഡർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബോണ്ട് ടി ബാർ പ്ലസ് ഇൻ്റെ ബോണ്ടും ആയിരിക്കും. ഓക്കെ, നൗ ഫോർ ആൾ ബി ബിലോങ്സ് ടു ബി. അപ്പോൾ നമ്മൾ ഇനി ബി എന്നുള്ള ബോണ്ടിലുള്ള ഈ എഡ്ജസ് കൺസിഡർ ചെയ്യുക. ടി മൈനസ് ഇ പ്ലസ് ബി. ടീന്ന് ഈനെ ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് വേറൊരു എഡ്ജിനെ ചൂസ് ചെയ്യുക. ഓക്കെ, ടി മൈനസ് ഇ പ്ലസ് ബി. ടീന്ന് ഈനെ ഒഴിവാക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു എഡ്ജിനെ ചൂസ് ചെയ്യുക. ഈസ് എ സ്പാനിങ് ട്രീ ഓഫ് ജി. അതും സ്പാനിങ് ട്രീ ആയിരിക്കും. ഓക്കെ അല്ലേ? പിക്ചർ വരച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങൾ നല്ല വൃത്തിയിൽ വരക്കാം കേട്ടോ സൈഡിൽ. ഓക്കെ, ടി മൈനസ് ഇ പ്ലസ് ബി ഈസ് എ സ്പാനിങ് ട്രീ ഓഫ് ജി. ദെർഫോർ എവറി ബോണ്ട് ജി ഈസ് ഇൻ ടി ബാർ പ്ലസ് ഇ. ഓക്കെ, അപ്പോൾ എല്ലാ ജീൻ്റെ ഏതൊരു ബോണ്ട് കൺസിഡർ ചെയ്താലും അത് ടി ബാർ പ്ലസ് ഇയിലുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ടി മൈനസ് ഇ പ്ലസ് ബി കൺസിഡർ ചെയ്യുമ്പോൾ അതും ജീൻ്റെ സ്പാനിങ് ട്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഏതൊരു ബോണ്ട് കൺസിഡർ ചെയ്താലും ടി ബാർ പ്ലസ് ഇയിലുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ, എവറി ബോണ്ട് ഓഫ് ജി കണ്ടെയ്ൻഡ് ഇൻ ടി ബാർ പ്ലസ് ഇ മസ്റ്റ് കണ്ടെയ്ൻ എവറി സച്ച് എലമെൻറ്റ് ബി. ഓക്കെ, അങ്ങനെയുള്ള ഏത് ടി ബാർ പ്ലസ് ഇയിലെ ഏതൊരു ബോണ്ട് കൺസിഡർ ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മസ്റ്റ് കണ്ടെയ്ൻ എവറി സച്ച് എലമെൻറ്റ് ബി. ആ ബോണ്ടിൽ ഈ ബി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഹെൻസ് ഇറ്റ് ഈസ് ദി ഓൺലി ബോണ്ട് ഓഫ് ജി കണ്ടെയ്ൻഡ് ഇൻ ടി ബാർ പ്ലസ് ഇ. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബോണ്ട് ബി എന്ന് പറഞ്ഞാൽ ടി ബാർ പ്ലസ് ഇയിലെ ആകെയുള്ള യുണീക്ക് ബോണ്ടായിരിക്കും. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. നിങ്ങളൊന്ന് വീഡിയോ കാണുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ?